തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഞങ്ങൾ നോക്കിക്കോളാം, നീ ചെല്ല്. ശരി, നീ ഒന്ന് ശ്രദ്ധിക്ക്. വല്ലതുമൊക്കെ ഒന്ന് കഴിക്ക്. ഞാൻ പോയിട്ട് വരാം. പ്ലീസ്, നീ നിന്റെ ശരീരമൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. ഞാൻ പോട്ടെ അമ്മേ. എടാ, അതിങ്ങോട്ട് താ. നീ ചെന്നിട്ട് ഒരു ഓട്ടോ വിളിച്ചു കൊടുക്കും. അവൾ അങ്ങനെ ഒറ്റയ്ക്ക് വിടല്ലേ. ചെല്ലേ. മേഡം, കൊച്ചു മുതലാളിക്ക് അരുളപ്പാടുണ്ടായതാന്നാ തോന്നുന്നേ. പാമ്പഴയുന്ന പോലെ കിടന്ന് എഴയുന്നത് കണ്ടില്ലേ? ഇങ്ങനാണോടാ അരുളപ്പാട് വരുന്നത്? അതെ മേഡം, ഞങ്ങളുടെ നാട്ടിലെ അമ്മൻകോവിലില് ഉടിക്കിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാ പെണ്ണുങ്ങളൊക്കെ ഇതുപോലെ കാണിക്കും. ഒന്നും മിണ്ടാതിരിക്കും ഗോവിന്ദ, ഇത് തമാശ പറയാനുള്ള സമയമല്ല. ഇത് തമാശയൊന്നും അല്ല. അവന് ചിലപ്പോ വേദനിക്കുന്നുണ്ടാവും. വേപ്പിലയുടെ മുകളിലല്ലേ കിടത്തിയിരിക്കുന്നേ. ചിലപ്പോ അവന് കൊണ്ടു കയറുന്നുണ്ടായിരിക്കും. കറക്റ്റ് പൂജ. എടാ, നീ ഇതെന്താ പേരൊക്കെ വിളിക്കുന്നേ? ഞാനല്ലല്ലോ വിളിച്ചത്, എന്റെ ശരീരത്തിനകത്തുള്ള ദേവി അങ്ങനെ വിളിച്ചത്. ഈ സിറ്റുവേഷനില് നീ വിചാരിച്ചൊക്കെ സാധിക്കുമല്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മകനെ. അച്ഛമ്മേ. പറയ് കവിൻ. ഞാൻ ബെഡിൽ കിടന്നോടാ അച്ഛമ്മേ. എന്തിനാണ് തറയെ കിടത്തി ഈ വേപ്പിലയെല്ലാം ദേഹത്തിട്ട് ഉരയ്ക്കുന്നത്? എനിക്ക് വല്ലാതെ ചൊറിയുന്നു, ഇക്കിളിയാവുന്നു അച്ഛമ്മേ. അതെ, ഇങ്ങനെയുള്ളപ്പോ ബെഡിൽ കിടക്കാൻ പാടില്ല. നിന്റെ ശരീരത്തിലുള്ള ദേവി ഇറങ്ങി പോകുന്നത് വരേക്കും നമ്മൾ ശുദ്ധിയോടെയും വൃത്തിയോടെയും ഇരിക്കണം. അപ്പൊ ഈ ബെഡിൽ കിടക്കുന്നതും ചെരുപ്പ് ഉപയോഗിക്കുന്നതും ഫോൺ ഉപയോഗിക്കുന്നതും അതൊന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? സ്കൂളിൽ പോകണ്ടെന്ന് വെച്ച് ബാക്കിയെല്ലാം കഷ്ടം തന്നെയാ. ദേവി, നീ തന്നെ വേണം എന്നെ രക്ഷിക്കാൻ. വിജി, ഡോക്ടർ വരുന്നു. ഡോക്ടർ, ഡോക്ടർ, മോൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക് ഡോക്ടർ. എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. പച്ചവെള്ളം പോലും ഇറങ്ങുന്നില്ല. പ്ലീസ് ഡോക്ടർ, എന്റെ മോൾക്കൊന്നും സംഭവിക്കരുത്. അവള് നന്നായിട്ടിരിക്കണം. മാഡം, നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേ. ഞാനൊന്ന് അകത്തുപോയി മോളെ ഒന്ന് നോക്കട്ടെ. ഞാൻ റിസൾട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് വിവരം വന്ന് നിങ്ങളോട് പറയാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മോളെ കാണാം. ഒന്ന് നോക്കി പറയണേ ഡോക്ടർ. ഹായ് നീല, ആർ യു ഓക്കെ നൗ? മോളെ കാണാൻ പുറത്ത് അമ്മയും മുത്തശ്ശിയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. മോൾ ഓക്കെ ആയാലേ അവര് ഹാപ്പി ആവത്തുള്ളൂ. എനിക്ക് എന്റെ അമ്മയെ കാണണം. ശരി, ഞാൻ പോയി അമ്മയെ വിളിച്ചിട്ട് വരട്ടെ. ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഡോക്ടർ, അകത്ത് പോയി മോളെ കണ്ടോളൂ. അവള് കണ്ണു തുറന്നിട്ടുണ്ട്. ഇപ്പൊ ഓക്കെയാ. നില, നിലക്കുട്ടി, നിനക്കിപ്പോ കുഴപ്പമില്ലല്ലോ? ചക്കരക്കുട്ടി, നില, നിനക്കൊന്നുമില്ല മോളെ. അമ്മ ഞാനുണ്ട് കൂടെ. നിനക്കൊന്നും സംഭവിക്കില്ല. അമ്മ നിനക്ക് ഒന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല.